Short Tales. കൂട്ടുകാരെ നമസ്കാരം. പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കഥ മുയലും സിംഹവും. നമുക്ക് തുടങ്ങിയാലോ? ഒരു വലിയ കാട്ടിൽ ഒരുപാട് മൃഗങ്ങൾ താമസിച്ചിരുന്നു. അവിടെ ഒരു വലിയ ക്രൂരനായ സിംഹമുണ്ടായിരുന്നു. അതായിരുന്നു ആ കാടിന് രാജാവ്. ഓരോ ദിവസവും സിംഹം മൃഗങ്ങളെ വേട്ടയാടുകയും തിന്നുകയും ചെയ്തു. മൃഗങ്ങൾ ഭയന്ന് കൂടിയാലോചിച്ചു. അവർക്കൊരു ബുദ്ധി പിറന്നു. അവർ സിംഹത്തോട് പറഞ്ഞു, മഹാരാജാവേ, ദിവസേന ഞങ്ങളിൽ ഒരാൾ സ്വമേധയാ നിങ്ങൾക്ക് മുന്നിലെത്താം. നിങ്ങൾ വേട്ടയാടേണ്ട ആവശ്യമില്ല. സിംഹം സന്തോഷിച്ചു. അങ്ങനെ ഓരോ ദിവസവും ഒരു മൃഗം സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഒരു ദിവസം മുയലിന്റെ ടേൺ വന്നു. ബുദ്ധിമാനായ മുയൽ വൈകിയാണ് സിംഹത്തിനരികിലെത്തിയത്. സിംഹം കോപത്തോടെ ചോദിച്ചു, എന്തിനാണിത്ര വൈകിയത്? മുയൽ വിനീതമായി പറഞ്ഞു, മഹാരാജാവേ, വഴിയിൽ മറ്റൊരു സിംഹം എന്നെ പിടിക്കാൻ ശ്രമിച്ചു. ഞാൻ രക്ഷപ്പെട്ടാണ് നിങ്ങളുടെ അടുക്കലെത്തിയത്. സിംഹം ക്രുദ്ധിച്ചു. എവിടെയാണ് ആ സിംഹം, കാണിച്ചു തരൂ. മുയൽ പറഞ്ഞു, ഞാൻ കാണിച്ചുതരാം. മുയൽ സിംഹത്തെ കാട്ടിനുള്ളിലൂടെ ഒരു കിണറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. മുയൽ പറഞ്ഞു, അവൻ ഈ കിണറിനുള്ളിലാണ്. സിംഹം കിണറ്റിനുള്ളിലേക്ക് നോക്കി. അവിടെ തന്റെ പ്രതിബിംബം കണ്ട് അത് മറ്റൊരു സിംഹമാണെന്ന് കരുതി ചാടി. സിംഹം കിണറിൽ വീണു. മൃഗങ്ങൾ സന്തോഷിച്ചു. മുയലിനെ എല്ലാവരും പ്രശംസിച്ചു. കഥയുടെ പാഠം: ബുദ്ധിയുള്ളവർക്ക് ശക്തന്മാരെയും തോൽപ്പിക്കാം. കൂടുതൽ കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.